മാപ്പർഹിക്കാത്ത ശിക്ഷ ബോച്ച ചെയ്തിട്ടുണ്ടോ? ഒരു മാപ്പ് പബ്ലിക് മീഡിയയിലെ മാപ്പ് അർഹിക്കുന്ന നമ്മൾ പറയാമെന്ന് പറയുന്ന സമയത്ത് മാപ്പ് പോലും അർഹിക്കാത്ത തെറ്റെന്താണ്? ഒരു നാട്ടിൽ പോയി ഈ പറയുന്ന പോലെ വസ്ത്രവിധാനം ആർക്ക് വേണമെങ്കിലും എന്ത് വേണമെങ്കിലും ഇടാമെന്നുള്ള കാരണം പറഞ്ഞു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നാളെ ആരെങ്കിലും ഒരാൾ ബിക്കിനിയിട്ട് ഇനോഗ്രേഷൻ ചെയ്ത് കഴിഞ്ഞാൽ അത് നമുക്ക് ഓക്കെ ആണെന്ന് നിങ്ങൾ എല്ലാവരും അംഗീകരിക്കുമോ? കോടതി പറഞ്ഞിരിക്കുന്നത് സമാനമായ കുറ്റകൃത്യങ്ങൾ മുൻപും ഇയാൾ ചെയ്തിട്ടുണ്ടെന്നാണ്. അപ്പോൾ ഇയാൾ കുറ്റം ചെയ്തിട്ടില്ല എന്നാണ് നിങ്ങൾ പറയുന്നത്. കുറ്റകൃത്യം എന്ന് പറഞ്ഞാൽ എന്താണ് ഈ കുറ്റകൃത്യം? കുറ്റകൃത്യം എന്ന് പറഞ്ഞാൽ കോടതി അത് തീരുമാനിച്ചിട്ടുണ്ട്. ഒരാൾ ഇന്റൻഷനലി എന്തെങ്കിലും ചെയ്താലാണ് അത് കുറ്റകൃത്യമാണ്. ദ്വയാർത്ഥ പ്രയോഗങ്ങൾ നടത്തുന്ന ഇന്റൻഷനെ അല്ല എന്നാണ് നിങ്ങൾ പറഞ്ഞ കേസിന് ആസ്പദമായ സംഭവത്തിൽ എന്താണ് ഇന്റൻഷൻ? അത് ഇത് ഈ പബ്ലിക്കിന്റെ മുമ്പിൽ ഇത്രയും പറയില്ലല്ലോ. ഇനി അഥവാ ഇൻ കേസ് അങ്ങനെ ആണെങ്കിൽ തന്നെ അണീറോസ് എന്ന് പറയുന്ന വ്യക്തിക്ക് അപ്പൊ തന്നെ ആ ഒരു ഇത് ഇറങ്ങി വരായിരുന്നു അല്ലേ? അല്ലാതെ കഴിഞ്ഞിട്ടല്ലല്ലോ. ഇപ്പൊ ഞങ്ങളൊക്കെ സ്ത്രീകളാ, ഞങ്ങൾക്കൊക്കെ എന്തെങ്കിലും ഒരു പ്രശ്നം ഒരു സ്ഥലത്ത് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ 4 മാസം കഴിഞ്ഞിട്ടല്ലേ കേസ് കൊടുക്കുക. നമുക്കത് അതും ഫിലിം ഫീൽഡ് പോലെയുള്ളൊരു മേഖലയിലുള്ള ഒരു വ്യക്തികൾക്ക് അവർക്ക് എന്തെങ്കിലും ഒന്ന് ഫേസ് ചെയ്യുന്ന സമയത്ത് സപ്പോർട്ട് ചെയ്യാൻ സംഘടനയുണ്ട്. സാധാരണപ്പെട്ട ഒരു ആൾക്കാർ പോലും അല്ല. അവർക്ക് വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യായിരുന്നു? അപ്പൊ തന്നെ അവർ ബഹിഷ്കരിക്കായിരുന്നു. 4 മാസം കഴിഞ്ഞിട്ടെന്ന് പറയുമ്പോൾ ഈ കാണുന്ന ജനങ്ങളൊക്കെ പൊട്ടന്മാരല്ലോ. അതൊക്കെ നമുക്ക് ഏകദേശം എന്ത് ചെയ്യാൻ പറ്റും? ഇതൊക്കെ ഇതിന്റെ പിന്നിലൊക്കെ വേറെ കളികൾ ഉണ്ടാവും എന്നുള്ളത് ഏകദേശം സാധാരണ ജനങ്ങൾക്ക്. കുറ്റക്കാരി എന്നുള്ളതല്ല, പ്രതികരിക്കേണ്ട സ്ഥാനത്ത് എന്ത് ചെയ്യണം? പ്രതികരിക്കണം. അത് കഴിഞ്ഞ് കുറെ കാലം കഴിഞ്ഞിട്ടല്ല നമ്മൾ എന്ത് ചെയ്യുക? പ്രതികരിക്കുക. പിന്നെ വേറൊരു കാര്യം കൂടി ഉണ്ട്. ഈ പറയുന്ന ബോച്ച എന്ന് പറയുന്ന ഒരാള് 4 ദിവസം നമുക്കിപ്പോ ഈ ഹണിറോസ് എന്ന് പറയുന്ന വ്യക്തി മാപ്പർഹിക്കാത്ത ശിക്ഷ ബോച്ച ചെയ്തിട്ടുണ്ടോ? ഒരു മാപ്പ് പബ്ലിക് മീഡിയയിലെ മാപ്പ് അർഹിക്കുന്ന നമ്മൾ പറയാമെന്ന് പറയുന്ന സമയത്ത് മാപ്പ് പോലും അർഹിക്കാത്ത തെറ്റെന്താണ്? ഒന്ന് ആലോചിക്കണം കേരള ജനസമൂഹം. ഈ പറയുന്ന നമ്മുടെ നാട്ടിലെ ഒരാളെ എത്രയോ കൊല്ലങ്ങളായിട്ട് സൗദി അറേബ്യയിൽ കിടക്കുന്ന ഒരു വ്യക്തിക്ക് വേണ്ടി തെരുവിലിറങ്ങിയ ഒരു വ്യക്തിയെ എന്ത് അടിസ്ഥാനത്തിന്റെ പേരിലാണ് 6 ദിവസം ഈ പറയുന്ന ജയിലിലിട്ടത്? ഞങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ചോദിക്കാനുണ്ട്. ഈ നിയമപീഠത്തിനോട് തന്നെ ചോദിക്കാനുണ്ട്. ഒരു മീഡിയാസിനോടും. നിങ്ങൾ എല്ലാവരും പിച്ച് പറിച്ച് കീറി കളഞ്ഞൊരു സാധനമല്ലേ ഈ പറയുന്ന വ്യക്തിക്ക് എന്ത് അത് മനുഷ്യത്വരഹിതമല്ലേ? 6 ദിവസത്തോളം ഒരു വ്യക്തിയെ അല്ലെ ഒരു വ്യക്തിയെ ഇതിന്റെ അകത്തേക്ക് ഫുൾ നന്മ നിങ്ങൾ മറന്നു. ആ വയനാട് നമുക്ക് ക്ഷമിക്കാൻ പറ്റുന്ന ഒരു തെറ്റിൽ കൂടുതലൊന്നും അദ്ദേഹം ചെയ്തിട്ടില്ല.